ARTOWZന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോഷോപ്പിൽ നമ്മൾ ചെയ്ത ഒരു വർക്ക് PDF ഫയലായിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതിന്റെ സൈസ് വളരെ കൂടി പോകുക എന്നുള്ളത്. ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ഫയൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഇതിനെ PDF ആയിട്ട് സേവ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ കീബോർഡിൽ Ctrl+Shift+S എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യാനുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ PST എന്നെടുത്ത് PDF എന്നാക്കി കൊടുക്കുന്നു. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. ഇതിൽ സേവ് PDF എന്ന ഈ ഒരു ബട്ടണിൽ ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫയൽ സേവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫയലിൻ്റെ സൈസ് 7 MB ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് പകരമായിട്ട് പ്രിൻറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ PDF ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അഡോബ് PDF പ്രീസെറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രസ് ക്വാളിറ്റി എന്ന ഈ ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം പ്രിസർവ് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് കാപ്പബിലിറ്റീസ് എന്ന ഈ ഒരു ബട്ടണിൽ അൺടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ 4 MB ആയിട്ട് ലഭിക്കും. ആദ്യം ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത സമയത്ത് നമുക്ക് 7 MB ആയിട്ടായിരുന്നു ലഭിച്ചിരുന്നത്. ഇങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് 4 MB ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കുറക്കാൻ സാധിക്കും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക പോലെയുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ PDF ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരുപാട് ക്വാളിറ്റിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. എന്നാൽ വളരെ കുറഞ്ഞ സൈസിൽ തന്നെ PDF ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രീസെറ്റ് എന്നിടത്ത് സ്മാളസ്റ്റ് ഫയൽ സൈസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം പ്രിസർവ് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് കാപ്പബിലിറ്റീസ് എന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ അൺടിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ കംപ്രഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ ഇമേജ് ക്വാളിറ്റി എന്നെടുത്ത് മാക്സിമം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമേജ് ക്വാളിറ്റി മാക്സിമം ആക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ PDF ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിലുള്ള ഇമേജുകളുടെ ക്വാളിറ്റി വളരെ കുറഞ്ഞുകൊണ്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമേജ് ക്വാളിറ്റി എന്നെടുത്ത് മാക്സിമം ആക്കിക്കൊണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സൈസിൽ തന്നെ ക്വാളിറ്റിയുള്ള ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം സേവ് PDF എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ സേവ് ആവുന്നതാണ്. അത്യാവശ്യം ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ വെറും 743 KB ആയിട്ട് നമ്മുടെ ഫയൽ ചുരുങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെയൊക്കെ സേവ് ചെയ്ത PDFൻ്റെ ഫയലുകൾ ഇവിടെ കാണിക്കുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത PDFൻ്റെ ഫയലാണ്. ഇതിൻ്റെ സൈസ് 7 MB ആണ് കാണിക്കുന്നത്. രണ്ടാമതായിട്ട് പ്രസ് ക്വാളിറ്റിയിൽ സേവ് ചെയ്ത PDFൻ്റെ ഫയലാണ് ഇത്. ഇതിൻ്റെ സൈസ് 4.44 MB മാത്രമാണ് കാണിക്കുന്നത്. ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫയലിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇത് പ്രിൻറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് അതിൻ്റെ MB വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അവസാനമായിട്ട് സ്മാളസ്റ്റ് ഫയൽ സൈസിൽ സേവ് ചെയ്ത ഈ ഒരു ഫയലാണ്. ഇതിൻ്റെ സൈസ് 743 KB മാത്രമാണ് കാണിക്കുന്നത്. ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ക്വാളിറ്റി ഒരു ഫയലിന് ലഭിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ സൈസ് മാത്രമാണ് ഈ ഒരു ഫയലിന് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.